കഴിഞ്ഞ വീഡിയോസിൽ ചെയ്ത അതിൻ്റെ തുടർച്ച പ്രസൻറ്റ് സിമ്പിള്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, ഈ 3 പ്രസൻറ്റ് ടെൻസുകളിലുള്ള സബ് ടോപ്പിക്കുകളാണ് കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പ്രസൻറ്റിലെ അവസാനത്തെ സബ് ടോപ്പിക്കായ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതായത് മലയാളത്തിൽ നമ്മൾ പറയും പൂർണ്ണ തുടർച്ചാ വർത്തമാനകാലം. പ്രസൻറ്റ് കണ്ടിന്യൂസിനും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇതിലുണ്ട്, അതുകൊണ്ടാണ് ഇതിന് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതിന് പെർഫെക്റ്റും കൂടി വരുന്നത്. എന്താണ് പെർഫെക്ഷൻ എന്ന് ചോദിച്ചാൽ, ഒരാൾ നമ്മളെ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്യുമ്പോൾ, ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞ സിമ്പിളായിട്ട് പറയാൻ എനിക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് പറയാം. എന്താണ്? ഐ ആം ടീച്ചിങ് എന്ന് പറയാം. പിന്നെ എന്തുകൊണ്ടാണ് ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആവശ്യം വരുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആവശ്യം എന്തിനാണ് വരുന്നത്? പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലും വരുന്നത്, ഒരേ സംഭവമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരു പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നത് ചോദിച്ചാൽ, പ്രസന്റിൽ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയ, കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി, ഒരു കാര്യം എത്ര നേരമായി അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങിയെന്ന് കാണിക്കുന്നതാണ് പെർഫെക്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താണോ പെർഫെക്ഷൻ വരുന്നത് ചോദിച്ചാൽ ടൈമിന് പെർഫെക്റ്റ് ചെയ്യുന്നതാണ്. ഏത് നേരമായി എപ്പോൾ തുടങ്ങിയെന്ന് കാണിക്കാൻ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് പ്രസന്റ് കണ്ടിന്യൂസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റെയിനിങ് നൗ. അപ്പോൾ അതിന് മറ്റൊരാൾ പറയുന്നത് എന്താണ്? ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ 1 മണി മുതൽ തുടങ്ങിയതാണ്. അത് അയാൾക്കറിയാം. ആ 1 മണി മുതൽ ഈ നിമിഷം വരെ, പറയുന്ന നിമിഷം വരെ അത് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ഒരാൾ പറഞ്ഞു മഴ നോക്കിക്കൊണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാൾ പറഞ്ഞ തെറ്റില്ല. പക്ഷെ മറ്റൊരാൾ പറയുകയാണ് മഴ 1 മണി മുതൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്, പറയുന്ന സമയം 2 മണിക്കാണ് അല്ലെങ്കിൽ 2:30ക്കാണ്. എന്ന് വെച്ചാൽ 2:30ക്ക് മഴ നോക്കിയിട്ട് ഒരാൾ പറഞ്ഞു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ് ഈസ് റെയിനിങ് നൗ. അതേ മഴ നോക്കിയിട്ട് ഒരാൾ പറയുകയാണ്, മറ്റൊരാൾ പറയുകയാണ് മഴ 1 മണി മുതൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 1 o'clock. മറ്റേയാൾ പറഞ്ഞത് ഇറ്റ് ഈസ് റെയിനിങ് നൗ. അപ്പോൾ 2:30ക്കാണ് രണ്ടുപേരും കാര്യം പറഞ്ഞത്, ഒരേ സംഭവമാണ് പറഞ്ഞത്. പക്ഷേ രണ്ടാമത്തെ ആൾ പറഞ്ഞത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ്. എന്തുകൊണ്ടാണ്? മഴ എന്ന് പറഞ്ഞ ആ പ്രവൃത്തി, ആ ഒരു ആക്ഷൻ, ആ ഒരു സംഭവം ഇത്ര മണിക്ക് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ 1 മണിക്ക് തുടങ്ങി 2:30 വരെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, കാര്യം എന്താണ്, അത് എത്ര നേരമായി അല്ലെങ്കിൽ എപ്പോൾ തുടങ്ങി എന്ന് പറയുമ്പോഴാണ് ഒരു പ്രസന്റ് കണ്ടിന്യൂസിൽ, അതായത് പ്രസന്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ പെർഫെക്റ്റ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ കാലത്തെ, അതിൻ്റെ സമയത്തെ. ഇത്തരം കാര്യങ്ങളിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 1 മണിക്ക് തുടങ്ങിയ മഴ 2:30ക്കും പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞത് ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് 1 o'clock. 2:30ക്കാണ് പറയുന്നത്. 2:30ക്കും ആ മഴ തുടരണം. അപ്പോൾ 1 മണിക്ക് തുടങ്ങി തുടർച്ചയായി 2:30 വരെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാര്യം 1 മണിക്ക് തുടങ്ങിയെന്ന് പറഞ്ഞത് 2:30ക്ക് എത്രയാണ്? 1.5 മണിക്കൂറാണ് മഴയുടെ സമയം, അതായത് ഡ്യൂറേഷൻ ഓഫ് ടൈം. അപ്പോൾ അത് എങ്ങനെയും കൂടി പറയാം, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ ലാസ്റ്റ് 1.5 hour. It has been raining 1.5 hour. 1.5 മണിക്കൂർ നേരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ക്രിയ ഡ്യൂറേഷൻ ഓഫ് ടൈമിലാണ് പറയുന്നത്, അതായത് 4 വെച്ചിട്ട്. അപ്പോൾ സിൻസിൽ പറഞ്ഞാൽ 4ൽ പറയാം, 4ൽ പറഞ്ഞാൽ സിൻസിൽ പറയാൻ പറ്റും. സിൻസ് പോയിന്റ് ഓഫ് ടൈമിന് ഉപയോഗിക്കുന്നു, 4 ഡ്യൂറേഷൻ ഓഫ് ടൈമിന് ഉപയോഗിക്കുന്നു.